ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു 1K ലൈക്കാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. സത്യങ്ങളൊക്കെ ഏകദേശം തിരിച്ചറിഞ്ഞ നന്ദ നമ്മുടെ ഗൗതമി വിളിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത്. അങ്ങനെ നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. തിരിച്ചൊരു മറുപടി കൊടുക്കാനില്ല. അപ്പോഴേക്കും തന്നെ നമ്മുടെ നന്ദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് മിണ്ടാതെ നിൽക്കുന്നതെന്ന്. കാരണം ഉത്തരം മുട്ടുമ്പോഴാണല്ലോ സാധാരണ എല്ലാവരും പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് നന്ദ സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും, അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള അഭിരാമി ആരാണെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഒന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ഗൗതം. അഭിരാമി ആരാണ്? അഖില, ക്യാപ്റ്റൻ അഖിലയാണല്ലോ. അപ്പൊ ആ ഒരു തരത്തിൽ ഉള്ള സംസാരം തന്നെയാണ് നമ്മുടെ നന്ദ സംസാരിക്കുന്നത്. കേട്ടപ്പോ വല്ലാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നന്ദയോട് പറഞ്ഞു, നീ ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്നും വരണ്ട, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറയാൻ പറ്റാത്ത കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട് നന്ദ, അതുകൊണ്ടാണ്. നീ അതൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല, എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു, ഇനി എനിക്കൊന്നും മനസ്സിലാക്കാനില്ല. ഇനി കൂടുതൽ കള്ളങ്ങൾ മെനഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പാടുപെടണ്ട ഗൗതം സാറേ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചിരിക്കും. കാരണം നിങ്ങൾ ചതിക്കുന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന എന്റെ കുടുംബത്തെ, നിങ്ങളുടെ കുടുംബത്തെ, അതുപോലെ നിങ്ങളുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. ഒരു പാവം സ്ത്രീയല്ലേ അത്. ആ ഒരു മുഖമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ, ആ ഒരു പെറ്റ വയറിന്റെ വേദന നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കില്ലായിരുന്നു എന്നും പറഞ്ഞു. ഇതോടുകൂടി പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ ഗൗതമിനെല്ലാം മനസ്സിലായി. നന്ദ ഫോൺ കട്ട് ചെയ്തു. നന്ദ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗൗതമിന്റെ അടുത്തേക്ക് തന്നെയാട്ടോ ചെല്ലുന്നത്. അപ്പം നന്ദ വരും എന്ന ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഗൗതമിന് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നന്ദ വരും എന്ന് പ്രതീക്ഷിച്ചുമില്ല. ഏതായാലും ഇതേ സമയം നമ്മുടെ അർജുനും ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ പതിയെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇതിനകം തന്നെ നമ്മുടെ ഗൗതമാണെങ്കിൽ അഭിരാമിയോട് പറയുകയാണ്, ഇനി ഇവിടെ നിന്നാൽ സേഫ് അല്ല, ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നന്ദയുടെ സംസാരത്തിൽ നിന്നും അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും നന്ദയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് മാത്രമല്ല, അത് നിനക്കും അപകടം തന്നെയാണ് അർജുൻ. നന്ദ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർജുൻ അത് അറിഞ്ഞിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദയും പിങ്കിയും അർജുനും കൂടെ ചേർന്ന് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് അവരിവിടെ നിന്ന് എത്തും. അവരിവിടെ നിന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പോകണം, ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും അർജുൻ ക്ഷമിക്കില്ല, പൊറുക്കില്ല. അവനൊരു സൈനികൻ തന്നെയാണ്, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല. നീ അഭിരാമിയാണെന്ന് അറിഞ്ഞാലും, നീ ആ പഴയ ആമിയാണെന്ന് അറിഞ്ഞാലും അവൻ അതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടതും അഭിരാമിക്ക് വല്ലാത്തൊരു പേടിയും പരിഭ്രമവും ഒക്കെ ആയി തുടങ്ങി. തൻ്റെ വയറിൽ പിടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് എനിക്ക് കാണണം. ഗൗതം ഒരിക്കലും എന്നെ പോലീസിന് വിട്ടു കൊടുക്കരുത്. എൻ്റെ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം എന്തു വായിക്കോ, പറ്റില്ല, എനിക്ക് ഒരിക്കലും പറ്റില്ല. എൻ്റെ കുഞ്ഞിനെ ജയിലിൽ പോയി പ്രസവിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, അഭിരാമി നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ ടെൻഷൻ അടിക്കുന്നത് നിന്റെ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പം നല്ലതല്ല, അതുകൊണ്ട് നീ ഒത്തിരി ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതുവരെ നമ്മൾ എത്തിപ്പെട്ടല്ലോ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറയാണ്. നന്ദേനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. നന്ദയോട് കാര്യം പറഞ്ഞാൽ നന്ദയ്ക്കും മനസ്സിലാകും. പക്ഷെ അർജുൻ അതുപോലെ അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറണം എന്നൊക്കെ പറയാണ്. ഇതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അർജുൻ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ റിസപ്ഷനിൽ പോയിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അർജുൻ വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന റിസപ്ഷനിലെ ആളെല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം പറഞ്ഞു കൊടുക്കുന്നില്ല, ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ആദ്യം പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. ഇതൊരു സൈനികനാണ്, തൻ്റെ ചുമതല തനിക്ക് ചെയ്യണം, രാജ്യത്തെ രക്ഷിക്കണം. നിങ്ങൾ കാണിക്കുന്ന ആ ഒരു നെറികേടിന് എനിക്ക് കൂട്ടി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അതുമല്ല, ഗൗതം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പുറകിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ അഭിരാമിയുടെ കാര്യവും അഖിലയുടെ കാര്യവും ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ അർജുൻ. അപ്പൊ അതൊന്നും പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ കേട്ടതും ഒരു സൈനികന് കൊടുക്കുവാനുള്ള എല്ലാ ബഹുമാനവും കൊടുത്തിട്ട് ഇവിടെ ആരാണ്, ഏത് റൂമിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഗൗതം
ഗൗതമല്ല സോറി അർജുൻ ആ ഒരു സത്യം തിരിച്ചറിയുകയാണ്. അങ്ങനെ അർജുൻ ചെല്ലുമ്പോഴത്തേക്കും ഇവരവിടെ നിന്ന് പാക്കിംഗ് സെക്ഷനിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണമല്ലോ, വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ചെല്ലുന്നത്. അപ്പം ഇവര് സംസാരിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഗൗതമും അഭിരാമിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല്, നീ ഒരിക്കലും അഭിരാമിയല്ല ക്യാപ്റ്റൻ അഖിലയാണെന്ന് ഞാൻ പറയില്ല എന്ന്. അഭിരാമിനെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഗൗതമല്ല അർജുൻ. കാരണം അർജുൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ക്യാപ്റ്റൻ അഖില തന്റെ പണ്ടത്തെ കളിക്കൂട്ടുകാരിയായ ആമി ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവിടെ ഒരിക്കലും നേരിട്ട് നമ്മുടെ അർജുൻ പ്രവർത്തിക്കുന്നില്ല, നേരിട്ട് ഗൗതമിന്റെ അടുത്ത് പ്രവർത്തിക്കുന്നില്ല. ഗൗതമിന്റെ അടുത്ത് മറഞ്ഞു നിന്നുകൊണ്ട് തന്നെ ഗൗതമിനെ സംരക്ഷിക്കണമല്ലോ, ഗൗതമിനെ സംരക്ഷിക്കണം എന്ന ചുമതല ഉള്ളതാണ് അർജുന്. തന്റെ ഏട്ടൻ ഒരിക്കലും ഡിപ്പാർട്ട്മെന്റിന് നിരക്കാത്ത പരിപാടിയാണ് ചെയ്തതെന്ന് അറിഞ്ഞാല് ഇനി ഒരിക്കലും ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ല ഗൗതമിന്. അപ്പം എല്ലാത്തിൽ നിന്നും ഗൗതമിനെ രക്ഷപ്പെടുത്തണം എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് അർജുൻ മുമ്പിൽ ചെല്ലാതെ അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് എന്താ പറയാ പരോക്ഷമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നന്ദ എത്തുന്നുണ്ട്. നന്ദ എത്തുകയും നന്ദ നേരിട്ട് കാണുകയാണ്. നന്ദ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അഭിരാമിനെയും കണ്ടാൽ കുഴപ്പമില്ല, നമ്മുടെ ഗൗതമിനെയും കണ്ടാൽ കുഴപ്പമില്ല. കാരണം അറിയില്ല ആരാണ് അഭിരാമി എന്ന ഫോട്ടോയൊന്നുമില്ല, നമ്മുടെ ക്യാപ്റ്റൻ അഖിലയുടെ ഫോട്ടോയൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അറിയില്ല. പക്ഷേ താൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്നും തന്റെ ഭർത്താവ് ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ആയ ഒരു ലേഡിയുടെ കൂടെയാണെന്നും അവിടെ കൊടുത്തിരിക്കുന്നത് ഗൗതമിന്റെ ഭാര്യയാണ് അഭിരാമി എന്നും അറിഞ്ഞു. റിസപ്ഷനിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അത് സത്യമല്ല, അത് അറിയില്ലല്ലോ നന്ദയ്ക്ക്. അതുകൊണ്ട് നന്ദ ഇതൊക്കെ അറിഞ്ഞിട്ട് ഗൗതമിന്റെ മുമ്പിൽ ചെല്ലുകയാണ്. എന്തിനാണ് ഗൗതമിന്റെ മുമ്പിൽ ചെല്ലുന്നത്? തന്റെ താലിമാല പൊട്ടിച്ചു വലിച്ചൂരി ഗൗതമിന്റെ മുഖത്തെറിയാൻ വേണ്ടി. ഇനി ഇങ്ങനെ ഒരു ഭർത്താവിനെ തനിക്ക് വേണ്ട. താൻ ജീവന് തുല്യം സ്നേഹിച്ച തന്റെ ഗൗതം സാർ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്നത് അവിഹിതം മാത്രമുള്ള ഗൗതമാണ്. ഗൗതം അവിഹിത ബന്ധം പുലർത്തുന്ന ഗൗതം മാത്രമാണ്. ഇനി എനിക്ക് സാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇന്ന് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ആ താലിമാല പൊട്ടിച്ചു വലിച്ചെറിയുന്നത് കേട്ടോ. ചങ്ക് തകർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഗൗതം ആ താലിമാല കയ്യിൽ സൂക്ഷിച്ചു പിടിച്ച് മുറുക്ക വെക്കുകയാണ്. ഒരിക്കലും നമ്മുടെ നന്ദയ്ക്ക് അറിയില്ല ഇത് ചെയ്തത് തെറ്റാണ്, ഒരിക്കലും ഒരു അവിഹിത ബന്ധമൊന്നുമില്ല എന്ന് നന്ദയ്ക്ക് അറിയില്ല. പക്ഷെ പിങ്കിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിങ്കിയാണ് എരിവും പുളിയും ഒക്കെ ഇങ്ങനെ കൊടുത്ത് കൊതിയും നുണയും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിങ്കിക്ക് കുറച്ച് ആശ്വാസമായി. ഇവര് തമ്മിൽ പിരിയുന്നതാണല്ലോ പിങ്കിക്ക് ആഗ്രഹം. ബാക്കിയുള്ള കാര്യങ്ങൾ ഏതും ആയിക്കോട്ടെ അതൊന്നും അറിയണ്ട. നന്ദയുടെ താലി പൊട്ടിച്ച് വലിച്ചെറിയാൻ പറ്റിയെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണെന്നാണ് നമ്മുടെ പിങ്കി വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അർജുൻ ആ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് അഭിരാമീനെ കാണുന്നുണ്ട് കേട്ടോ. അഭിരാമീനെ, അതായത് നമ്മുടെ നന്ദ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ് അഭിരാമി മാറി നിൽക്കാൻ നോക്കുമ്പം അവിടെ വരുന്നത് നമ്മുടെ അർജുനാണ്. അർജുൻ പെട്ടെന്ന് അഭിരാമിനെ കയറി ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് അഭിരാമിയുടെ മുഖം കണ്ട് ഞെട്ടുകയാണ്. കാരണം തന്റെ കളിക്കൂട്ടുകാരിയായ ആമി അപ്പൊ ആമിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആമിയല്ലേ എന്ന് ചോദിക്കുമ്പം അതെ എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുന് പിടികിട്ടും. അതുകൊണ്ട് അർജുൻ അങ്ങ് മാറി നിൽക്കുകയാണ്. ഈ അഭിരാമിയെ എന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു എന്ന് അത് പിന്നെയുള്ള കാര്യമല്ലേ. ഇതിനിടയിലാണ് നമ്മുടെ നന്ദ വരികയും നന്ദ ഗൗതമിനെ കണ്ട് സംസാരിക്കുകയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് താലിമാല മുഖത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നത്. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അഭിരാമിയുടെ കാര്യവും കുറച്ച് പ്രശ്നത്തിൽ തന്നെയാണ്. കാരണം അഭിരാമിക്ക് ഒരു ചെറിയൊരു എന്താ പറയാ ആ ഒരു പേടിച്ച് റൂമിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും പുറകിലേക്ക് ഇങ്ങനെ മറിഞ്ഞങ്ങ് വീഴാണ്. ഒന്നത് പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയാണല്ലോ, വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് നാളത്തെ കഥ കടന്നു പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഫുൾ വിശേഷത്തിനായിട്ട്. നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. പിന്നെ നമ്മുടെ പുതിയ ചാനൽ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. അതിലായിരിക്കും നമ്മുടെ പുതിയ കഥയായ നമ്മുടെ പല്ലവിയുടെ കഥയുണ്ടല്ലോ, പല്ലവിയുടെ കഥയും അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും അതിലാണ് ഇടുന്നത്. പുതിയ ചാനലല്ല, പഴയ ചാനൽ തന്നെയാണ്. അപ്പൊ നമ്മൾ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും നമ്മൾ നാളെ മുതൽ ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലാത്തവരോട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.